സാർ കൊല്ലത്താണ് ആദ്യത്തെ 6-7 വർഷം അച്ഛനെ ഒന്നിച്ച് ജീവിച്ചത്. അപ്പോൾ അച്ഛൻ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അന്നത്തെ ശ്രീപുരം പ്രജാസമിതി മെമ്പറായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെതായ ഒരു അന്തരീക്ഷമാണ്. അതെ, ഒന്നുകിൽ ആളുകൾ സജീവമായി അതിൽ പങ്കെടുത്തിരുന്നു, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനോട് വലിയ അടുപ്പം കാണിച്ചിരുന്നു. ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പിൻനിര ഉണ്ടായിരുന്നു. ആ പിൻനിരയിലായിരുന്നു അച്ഛൻ. അദ്ദേഹം മുമ്പിൽ വൈദ്യനാണ് തൊഴിൽപരമായിട്ട്. അപ്പോൾ ഈ സ്വാതന്ത്ര്യ സമര നേതാക്കളും സേനാനികളുമൊക്കെ രോഗികളെന്ന നിലയ്ക്കും അല്ലാതെ ചില സാമൂഹിക പ്രവർത്തനം ഉള്ളതുകൊണ്ടൊക്കെ വീട്ടിൽ വരും. അങ്ങനെ ഒരിക്കൽ പട്ടംതാനുള്ള സാറിനെ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ സി കേശവനെ, പിന്നെ ടി എം വർഗീസ് എപ്പോഴും വരുമായിരുന്നു. കാരണം അദ്ദേഹം കൊല്ലത്ത് തന്നെയായിരുന്നു. കുമ്പളം, അതെ, ഇല്ല, കുമ്പളം എൻ്റെ അച്ഛനുമായിട്ടല്ല, എൻ്റെ അപ്പൂപ്പനുമായിട്ടാണ്. എൻ്റെ അപ്പൂപ്പൻ പലരെയും ഗുസ്തി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കായിക വിദഗ്ധനായിരുന്നു. കുമ്പളവും കുറച്ചു കാലം ശിക്ഷയപ്പെട്ടിട്ടുണ്ടെന്നാണ് കേൾവി. എനിക്കറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പൂപ്പൻ മരിക്കാൻ കിടക്കുമ്പോൾ വളരെ ദുഃഖിതനായിട്ട് അടുത്ത് വന്ന് കുറേ നേരം നിന്ന കുമ്പളത്തിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. സാറിൻ്റെ ഏറ്റവും പുതിയ രചനയായ ദിനാന്തത്തിൽ അച്ഛൻ ചികിത്സയ്ക്കായി പോകുന്നതും ആ ട്രെയിനിൽ കയറി യാത്രയാകുമ്പോൾ ഒരു മിന്നായം പോലെ അപ്രത്യക്ഷമാകുമ്പോൾ അത് അവസാനത്തെ കാഴ്ചയായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ആ ഒരു പ്രത്യേക ഭാഗം ഭൂമിയുടെ അറ്റത്തേക്കെന്നോ മറ്റോ പറഞ്ഞ് മുൻപൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. അത് എല്ലാം പറഞ്ഞു വരുമ്പോൾ ഇത് ഒഴിവാക്കാൻ വയ്യാത്തത് കൊണ്ട് വീണ്ടും ദിനാന്തത്തിൽ അത് പറയേണ്ടി വന്നതാണ്. ജീവന്നു ജീവനമാകുന്നു മറ്റൊരു ജീവൻ എന്നച്ഛൻ പറഞ്ഞതോർക്കുന്നു ഞാൻ. ആയില്ലതിൻ പൊരുളെന്നു ഗ്രഹിക്കുവാൻ ആയ കാലത്തോ വിട ചൊല്ലി അച്ഛനും. നീങ്ങുന്ന വണ്ടിതൻ ജാലകത്തിൽ കൂടി നീളുന്നൊരാർദ്രമാം നോട്ടമായി മാഞ്ഞുപോയി. പിന്നെ തിരികെ വന്നെത്തിയതസ്ഥിയും വെണ്ണീറുമായൊരു മൺകലശം മാത്രം. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛൻ മദിരാശിയിലെ ഡോക്ടർ പണ്ടാലാസ് നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായൊരു നഴ്സിംഗ് ഹോമിലേക്ക് പോയി. പണ്ടാല വലിയ സുഹൃത്തായിരുന്നു. ഈ പണ്ടാലയ്ക്ക് എന്തെങ്കിലും ആയുർവേദ ചികിത്സയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛനെ വിളിക്കും. പണ്ടാലയെ കൊണ്ട് ചെയ്യേണ്ട പ്രത്യേകിച്ച് അലോപ്പതിയിൽ വല്ലതുമുണ്ടെങ്കിൽ അച്ഛൻ അവിടെ ചെല്ലും, അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ പണ്ടാല പറഞ്ഞു, ഓയൻ എന്നാണ് വിളിക്കുന്നത്, ഓയൻ ഇങ്ങ് വന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ മാതിരി മദിരാസിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടുന്ന് ഫ്ലൈറ്റും അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ട്രെയിനിലാണ് പോവുക. ട്രെയിനിലെ ഏറ്റവും വലിയൊരു ലക്ഷറി എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ ബുക്ക് ചെയ്ത് പോവുക. അപ്പോൾ അച്ഛനും നമുക്ക് ഒരു ബന്ധുവും കൂടി പോകുന്നു. ഞാനും അമ്മയും ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രയാക്കുന്നു. അപ്പോൾ യാത്രയാക്കുമ്പോൾ അച്ഛന് എന്നെ സംബന്ധിച്ച് ഈ എന്തോ ഒരു താൻ ഈ മകന് പ്രയോജനപ്പെടില്ല എന്നെന്തോ ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. പലപ്പോഴും എന്നെ മടിയിലിരുത്തി പറയുമായിരുന്നു, എൻ്റെ കയ്യൊക്കെ തടവി പറയുമായിരുന്നു, ഞാൻ നിനക്ക് ഉതകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമായിരുന്നു, പക്ഷേ നിനക്ക് ഒന്നിനും മുട്ടുവരില്ല എന്ന് പറയും. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് പേരെ ചികിത്സിച്ചതിൻ്റെ ഒരു സുഹൃതമുണ്ട്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നന്മകൾ ചെയ്താൽ അതിൽ നിന്ന് ഊറിക്കൂടി വരുന്ന ഒന്നിനാണ് ഈ സുഹൃതം എന്ന് പറഞ്ഞത്. സുഹൃതമാണ്. അങ്ങനെ അച്ഛൻ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായിട്ട് ഒന്നിനും മുട്ട് വന്നില്ല. പക്ഷേ അച്ഛൻ്റേതായിരിക്കുന്ന നേരിട്ടുള്ള സഹായമൊന്നും കിട്ടിയില്ല. അങ്ങനെ അച്ഛൻ അവസാനം എന്നെ പ്രത്യേകിച്ച് നോക്കി ഇങ്ങനെ കൈവീശിപ്പോയി.